പല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച 10 ഗായകന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ഇതിനു മുൻപ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഇതിൽ മുഹമ്മദ് VM എന്ന് പറഞ്ഞൊരു സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു 10 മികച്ച ഗായകന്മാർ പറയുമെന്ന് ചോദിച്ചിട്ട് ഇന്ത്യയിൽ. അപ്പോൾ ഇതിന് മുൻപേ ചെയ്തത് മൂപ്പർ കണ്ടിട്ടുണ്ടാവില്ല, അത് കുറേ മുന്നേ ചെയ്തത് കുറേ ആൾ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പൊതുവായിട്ട് നമുക്കൊന്നും കൂടി ഒരു വീഡിയോ ചെയ്യാതിനെക്കുറിച്ച്. ഇതിൽ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട 2 പേരുണ്ട്. അതെല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവർ രണ്ടാളെ കഴിവിനെക്കുറിച്ച്. മറ്റാരുമല്ല, റഫിസാബ്, യേശുദാസ് ചേട്ടനും, ദാസേട്ടനും റഫിസാബ്. അതായത് നമ്മളിപ്പോൾ യേശുദാസിൻ്റെ പാട്ട് റേഡിയോയിൽ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും യേശുദാസിൻ്റെ മാതിരി പിന്നെ ഇന്ത്യയിൽ ആർക്കും പാടാൻ കഴിയില്ലെന്ന് വിചാരിക്കും. കുറച്ച് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് റഫിസാബിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ റേഡിയോയിൽ വന്നാൽ നമ്മൾ കേൾക്കുമ്പോൾ ഇതുപോലെ ഇന്ത്യയിൽ വേറെ ആൾക്കും പാടാൻ കഴിയില്ലെന്ന് പറയും. ഈ 2 പേർക്ക് തുല്യ പ്രശസ്തിയുള്ളത്. വേറെ ഒരു ഫീൽഡിൽ ഇങ്ങനെ 2 പേരെ ഒരുമിച്ച് ഒരേ പ്രശസ്തിയുള്ള ഫീൽഡില്ല. കാരണം ഇപ്പോൾ ക്രിക്കറ്റിൽ സച്ചിന് 1-ാം സ്ഥാനം. സച്ചിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ 2 പേരുണ്ടെന്ന് പറയാൻ കഴിയില്ല. സച്ചിൻ, ലാറ നമുക്ക് പറയാൻ കഴിയില്ല. ലാറ സച്ചിന് താഴെ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾക്ക് ഒരുപോലെ പ്രശസ്തി സച്ചിൻ്റെ പ്രശസ്തിയുള്ള ക്രിക്കറ്റ് കളിക്കാരൻ്റെ ഇല്ല വേറെ. അതേപോലെ നമുക്ക് ഇതിൽ ഗായകന്മാർ കൊടുത്ത ഇന്ത്യയിലില്ല. റഫിസാബും യേശുദാസും തുല്യ പ്രശസ്തിയാണ്. അതുകൊണ്ട് നമുക്ക് ആരെയും തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അവർക്ക് 1-ാം സ്ഥാനം. 2-ാം സ്ഥാനം കൊടുക്കേണ്ടത് കിഷോർ കുമാറാണ്. കിഷോർ ദാ എന്ന് പറഞ്ഞാൽ സ്വതസിദ്ധമായ ശബ്ദത്തിൽ പാടിയിട്ട് പേരെടുത്ത ആളാണ്. ഉസ്താദൊന്നുമില്ല, അതായത് സംഗീത ക്ലാസ്സിലൊന്നും പോയിട്ടൊന്നുമില്ല. ആ സംഗീതം പഠിക്കാതെ തന്നെ തൻ്റെ മധുരമായ ശബ്ദത്തിലൂടെ പാടി പ്രശസ്തിയിലേക്ക് ഉയർന്നു. നല്ല നല്ല ഇഷ്ടം പോലെ പാട്ടുകൾ. കിഷോർ കുമാറിന് 2-ാം സ്ഥാനം. 3-ാം സ്ഥാനം കൊടുക്കേണ്ടത് SPBക്കാണ്. SPB എല്ലാ ഭാഷകളിലും പാടി തകർത്ത് ഗിന്നസ് ബുക്കിൽ വന്നതാണ്. അതായത് ഓരോ ഭാഷയിലും ഹിറ്റ് പാട്ടുകൾ. പക്ഷെ എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് SPBനേക്കാളും ഇഷ്ടം ജയേന്ദ്രൻ ചേട്ടനാണ്. പക്ഷേ നമുക്കിപ്പോൾ അത് അങ്ങനെ ജയേന്ദ്രൻ ചേട്ടന് SPBനെ മറികടന്നിട്ട് സ്ഥാനം കൊടുക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മളെല്ലാം നോക്കണമല്ലോ. SPB കുറേ ഗിന്നസ് ബുക്ക് കുറേ പാട്ട് പാടി, പിന്നെ പല ഭാഷയിലും പാടി. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കണക്ക് പ്രകാരം SPBക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ വ്യക്തിപരമായിട്ട് ഇടുന്നെങ്കിൽ ഞാൻ 3-ാം സ്ഥാനം ജയേന്ദ്രൻ ചേട്ടനെ കൊടുക്കും. പക്ഷെ അങ്ങനെ കൊടുത്താൽ ഇതിൽ വിമർശനം വരും. SPBനേക്കാളും നിങ്ങൾ ജയേന്ദ്രൻ ചേട്ടനെ കൊടുത്തെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 4-ാം സ്ഥാനത്തേക്ക് ജയേന്ദ്രൻ ചേട്ടൻ, ഭാവഗായകൻ. അതായത് ജയേന്ദ്രൻ ചേട്ടൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാടിയ 95% പാട്ട് ഹിറ്റാണ്. അത് ഞാൻ പറയുന്നത് ഒരു 80 വരെയുള്ള ഈ പറഞ്ഞല്ലേ 80 വരെയുള്ള കാര്യങ്ങളാണ്. 80-ന് ശേഷമുള്ള പാട്ടിനെക്കുറിച്ച് സിനിമകളെക്കുറിച്ചും ഞാനങ്ങനെ ചിന്തിക്കാറില്ല. ഞാൻ പറയുന്നത് 80 വരെയുള്ള. കാരണം പുതിയ പാട്ടും കേൾക്കാറില്ല, പുതിയ സിനിമയും കാണാറില്ല. ഇത് 80 വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിലാണ് ഇത് തിരഞ്ഞെടുത്തത് 10 ആൾക്കാർ. അപ്പോൾ ജയേന്ദ്രൻ ചേട്ടൻ്റെ ഞാൻ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തതിൽ ഞാൻ ജയേന്ദ്രൻ ചേട്ടൻ്റെ അമ്മിങ്ങിനെ കുറിച്ച് പറഞ്ഞു. പഞ്ചമിയിൽ പഞ്ചമി പാലാഴി എന്നുള്ള പാട്ടിൽ ആ അമ്മിങ്, അതുപോലെ ഒരു അമ്മിങ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പാട്ടിന് അത്രയും മധുരമായ അമ്മിങ് കേട്ടില്ല. റഫിസാബിനെയും ദാസേട്ടനും മറന്നുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ ഈ ഒരു അമ്മിങ്, ജയേന്ദ്രൻ ചേട്ടൻ്റെ അമ്മിങ്, അത് നിങ്ങൾ കേട്ട് നോക്കിയാൽ മനസ്സിലാവും. പഞ്ചമി എന്നുള്ള പാട്ട്, പഞ്ചമിയിലെ പഞ്ചമി പാലാഴി എന്നുള്ള പാട്ട് കേട്ടാൽ മനസ്സിലാവും. അത് കേട്ട് നോക്കിയാൽ മതി. അപ്പോൾ ജയേന്ദ്രൻ ചേട്ടൻ 4-ാം സ്ഥാനം. 5-ാം സ്ഥാനം കൊടുക്കേണ്ടത് നമുക്ക് മുകേഷ് രാജ് കപൂറിന് വേണ്ടിയിട്ട് കുറേ ഇഷ്ടം പോലെ നല്ല നല്ല പാട്ടാണ് ഇന്നത്തെ കാലത്ത് പാടിയത്. പിന്നെ മനോജ് കുമാറിനുള്ള റോട്ടി കപ്പട ഓർമ്മക്കാൽ നല്ല പാട്ടാണ്. മേനാ ബോലൂങ്കി എന്നുള്ള ഒരു യുഗ്മഗാനത്തിൽ നല്ല. അതുപോലെ ഉമർ കെയ്ദിൽ യാദ് രഹേഗാ പ്യാർ കസം ജഞ്ചീർ ബനായാ യാദ് രഹേഗാ കിസ് ദുനിയാ മേ തോടി സി അപ്നി എന്നുള്ള എന്താ പാട്ട് മുകേഷിൻ്റെ. മുകേഷ് കുറേ പാട്ടുണ്ട്. കബി കബി മേരെ ദിൽ മേ ഖയാൽ ആതാ എന്നുള്ള പാട്ടിൽ മുകേഷിന് നമുക്ക് 5-ാം സ്ഥാനം. 6-ാം സ്ഥാനം കൊടുക്കേണ്ടത്
പിന്നെ മഹമ്മൂദിനാണ്. തലത്ത് മുഹമ്മദ് അന്നത്തെ വെൽവെറ്റിൻ്റെ ശബ്ദം എന്നാണ് നിരൂപകരിൽ എഴുതൽ. പിന്നെ ഗസൽ രാജാവാണ്. പിന്നെ മലയാളത്തിൽ ഒരു പാട്ട് പാടിയിട്ട് സൂപ്പർ ഹിറ്റ് ആക്കിയാണ്. കടലേ നീലക്കടലേ നിന്നാത്മാവിനും നീറുന്ന ചിന്തകളുണ്ടോ എന്നുള്ള പാട്ട്. അത് മലയാളത്തിൽ പാടാൻ അറിയായിട്ട് മലയാളത്തിൽ പാടിയിട്ട് ഹിറ്റാക്കി. 6-ാം സ്ഥാനം തലത്ത് മുഹമ്മദിന്. 7-ാം സ്ഥാനം മന്നാടിക്ക്. മന്നാടി പറഞ്ഞ പോലെ തന്നെ ഒറ്റൊരു പാട്ടും പിന്നെ ചെമ്മീൽ പാടിയിട്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാക്കി. പിന്നെ ഒരു പാട്ട് നെല്ലിലും ഉണ്ട് ജയേന്ദ്രൻ ചേട്ടൻ്റെ കൂടെ. ആ കട്ടക്ക് രണ്ടാളും ജയേന്ദ്രൻ ചേട്ടനും മന്നാടിയും പാടുന്നതാണ്. ഓ തെയ്യോട് തെയ്മയോട് മെയ് എന്നുള്ള പാട്ട്. പിന്നെ മാനസമൈനേ വരൂ, അത് 50 വർഷത്തെ മലയാള ചരിത്രത്തിലെ ഏറ്റവും മികച്ച 10 ഗാനങ്ങളെടുത്ത് തരാം. അത് 2-ാം സ്ഥാനം കിട്ടി അതിന് മാനസമൈനയ്ക്ക്. 1-ാം സ്ഥാനം 1000 പാദസരങ്ങൾ കിലുങ്ങി എന്നുള്ള പാട്ട് ദാസേട്ടൻ. 2-ാം സ്ഥാനം കൊടുത്തത് പിന്നെ മാനസമൈനയ്ക്ക്. അതായത് ആകെ ഒരു പാട്ടേ പാടിയിട്ടുള്ളൂ. എന്നിട്ടാണ് ഈ 50 വർഷത്തെ ഏറ്റവും നല്ല ഗാനങ്ങളിൽ 2-ാം സ്ഥാനം കിട്ടിയത് മന്നാടിക്ക്. അപ്പോൾ എത്ര ചിന്തിച്ചാൽ പോരെ ആ പാട്ട് എന്തായിരിക്കും. ആയിരക്കണക്കിന് പാട്ട് മലയാളത്തിലുണ്ട്. അതിൽ 2-ാം സ്ഥാനം കിട്ടിയ മന്നാടിൻ്റെ പാട്ടിന്. അപ്പോൾ 6. 7 മഹേന്ദ്ര കപൂറാണ്. ലാഖോ മേ ഹാ ദിൽ വാലേ ഇസ് പ്യാർ നഹീ മിൽതാ ആഖോ മേ തെരേ ദിൽ എന്ന് പറഞ്ഞ നല്ല പാട്ടിൽ ബിശ്വജിത്ത് പാടുന്നത്. അങ്ങനെ മഹേന്ദ്ര കപൂർ സുനിൽ ദത്തിനും രാജ്കുമാറിനെല്ലാം ഒന്ന് സ്ഥിരമായിട്ട് അധികം പാടലുണ്ട്. ഗുംറ പിന്നെ ഭക്ത് ഇതിലെല്ലാം നല്ല പാട്ടുണ്ട് മഹേന്ദ്ര കപൂറിന് കൊടുക്കാം. പിന്നെ 8-ാം സ്ഥാനം ഇപ്പം ഞാൻ പറഞ്ഞത് 1 റാഫി യേശുദാസ്, 1 കിഷോർ, 2 പിന്നെ 3 SP, 4 ജയേന്ദ്രൻ ചേട്ടൻ, 5 മുകേഷ്, 6 തലത്ത്, 7 മന്നാട്, 8 മഹേന്ദ്ര കപൂർ, 9 ഹേമന്ത് കുമാർ നല്ല ഒഴുകിപ്പോകുന്ന പാട്ടാണ്, രസമാണ് കേൾക്കാൻ ഭയങ്കര. അങ്ങനെ ഹേമന്ത് കുമാറിന് 9-ാം സ്ഥാനം. 10-ാം സ്ഥാനം TMS തമിഴ്നാട്ടിൽ ഭയങ്കര സൗണ്ടിൽ പാടുന്ന ആളാണ് TMS. പക്ഷേ TMS അന്നത്തെ കാലത്ത് നല്ല നല്ല മ്യൂസിക് ഡയറക്ടർ തമിഴിലില്ലാത്തതുകൊണ്ട് മധുരമായ ഗാനങ്ങളൊന്നുമില്ല. ഹൈ പിച്ചിലുള്ള കുറേ ഗാനങ്ങളുണ്ടെന്നല്ലാണ്ട് മധുരമായിട്ടുള്ള ഗാനങ്ങളില്ല. ഇപ്പോൾ ശിവാജിക്ക് വേണ്ടിയിട്ട് യാറുക്കാകേ ഇത് യാറുക്കാകേ ഇന്ത മാളികേ എന്നുള്ള പാടുമ്പോൾ, അതുപോലെ തന്നെ MGRന് കടലോരം വാങ്ങിയ കാറ്റ് അതിൽ സൗണ്ട് കൂട്ടിയിട്ട് പാടുന്നതാണ്. പക്ഷേ എങ്കിൽ കുറേ മധുരമായി ഇപ്പോൾ ജയേന്ദ്രൻ ചേട്ടൻ്റെ പറയുമ്പോൾ കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി, അതേപോലൊന്നും സൗന്ദരരാജന് പാട്ടില്ല. അവിടെ അങ്ങനത്തെ പാട്ടില്ല. എല്ലാം വളരെ സൗണ്ട് എടുത്തിട്ട് MGRനും പിന്നെ ഇവർക്കും ശിവാജിക്കും പാടുന്ന പാട്ട്. പിന്നെ സൗണ്ടിൻ്റെ മികവ് വെച്ചിട്ടാണ് ഞാൻ 10-ാം സ്ഥാനം കൊടുത്തു TMS. അതായത് നമ്മൾ ഒരു കിണ്ണത്തിന് മുട്ടുന്ന പോലെ ഉണ്ടാവും സൗണ്ട്. പഴയ കിണ്ണയില്ല, കിണ്ണത്തിന് അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ സൗണ്ടാണ്. പക്ഷെ മധുരമായ പാട്ട് അധികം ആൾക്കാർ കൊടുക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പാടാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാം ഭയങ്കര സൗണ്ടിലുള്ള പാട്ട്. അതുകൊണ്ട് TMSന് 10-ാം സ്ഥാനം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ 10 ഏറ്റവും മികച്ച ഗായകന്മാർ. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ 2 പാട്ടുകാർ ഉദിത് നാരായണനും കുമാർ സാനും, ഇവർ 2 ആളാണ്. പഴയ 10 ആളെല്ലാം കുറേ ആൾ മരിച്ചില്ലേ. ഈ പറഞ്ഞ 10 ആളും മരിച്ച്. ഞാൻ പറഞ്ഞ 10 ആളും പിന്നെ ദാസേട്ടനെ വെച്ച് ബാക്കി എല്ലാവരും മരിച്ച്. പിന്നെ ഇത് റഫീസാവ് മരിച്ച്, കിഷോർ ദാ മരിച്ച്, പിന്നെ SP മരിച്ച്, ജയേന്ദ്രൻ ചേട്ടൻ മരിച്ച്, തലത്ത് മഹമ്മൂദ് മരിച്ച്, മുകേഷ് മരിച്ച്, പിന്നെ മന്നാടെ മരിച്ച്, മഹേന്ദ്ര കപൂർ മരിച്ചോ ഇല്ലയെന്നറിയില്ല. അത് ഉണ്ട്, മഹേന്ദ്ര കപൂർ ഉണ്ടെന്ന് തോന്നുന്നു. ഹേമന്ത് കുമാർ മരിച്ച്, TMS മരിച്ച്. ഇപ്പോൾ ഉള്ളതിൽ എനിക്കിപ്പോൾ ഉറപ്പില്ല. TMSൻ്റെ കാര്യവും മഹേന്ദ്ര കപൂറിൻ്റെ കാര്യവും ഉറപ്പില്ല. മരിച്ചോ ഇല്ലയെന്ന് അറിയില്ല. അത് വായിച്ചതായിട്ട് ഓർക്കുന്നില്ല മരിച്ചത്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഉള്ളതിൽ ദാസേട്ടൻ,
മാത്രമേ എനിക്ക് ഷുവറായിട്ട് പറയാനുള്ളൂ. ബാക്കിയെല്ലാം മറ്റ് രണ്ട് ഡൗട്ടാണ്, സൗന്ദരരാജനും മഹേന്ദ്ര കപൂർ. ഓക്കെ.